ഐഡിയാസിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് BA-PSH ഇഗ്നോയിലുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് BA-PSH ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ഒരു ഡിഗ്രി നേടണമെങ്കിൽ ഈ ഒരു കോഴ്സാണ് എടുക്കേണ്ടത്. ഇതൊരു ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാം. 3 ഇയർ ഡിഗ്രിയാണ്. മാക്സിമം നിങ്ങൾക്ക് 6 ഇയേഴ്സ് വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഇതിൻ്റെ മീഡിയം വരുന്നത്. കേരളത്തിലുള്ളവർ ഇംഗ്ലീഷിലാണ് പൊതുവെ എടുക്കുക. സ്പെഷ്യലൈസേഷൻ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. ഏതെങ്കിലും ഒരു +2. ഫീ വരുന്നത് 5300 രൂപയാണ്. പ്ലസ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീ. അപ്പോൾ ഒരു 700 രൂപയും കൂടി അതിൽ ആഡ് ആവും. അങ്ങനെ 6000 രൂപയാണ് നിങ്ങൾക്ക് ഫീ ആയിട്ട് ഇഗ്നോയിൽ അടയ്ക്കേണ്ടത്. കൊച്ചിൻ റീജിയൻ സെൻറ്ററിനകത്ത് ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൊച്ചിൻ ഭാഗത്തുള്ളവരൊക്കെ ഇതിലേതെങ്കിലും ഒരു കോളേജിലാണ് നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തെക്കൻ ഭാഗത്തുള്ളവർ ഇത്രയും കോളേജസിലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്റ്റഡി സെൻറ്റർ ആയിട്ട് അവൈലബിൾ. സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകേണ്ടി വരും. നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി സെൻറ്റേഴ്സ് ആയിരിക്കും. എക്സാം സെൻറ്റേഴ്സ് പിന്നെ നിങ്ങൾക്ക് ഇതിലേത് കോളേജും വേണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കോളേജോ ഇന്ത്യയിലെ ഏതൊരു കോളേജും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം സെൻറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കാം. പക്ഷേ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും എങ്ങനെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നത് കോർഡിനേറ്ററൊക്കെ എവിടെയാണ്, സ്റ്റഡി സെൻറ്റേഴ്സിലാണ്. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ്. അപ്പോൾ വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇങ്ങോട്ട് വടക്ക് ഭാഗത്ത് ഇത്രയും കോളേജുകളാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താവുന്ന ഒരു സ്റ്റഡി സെൻറ്റർ തന്നെ തിരഞ്ഞെടുക്കണം. എങ്കിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് നിങ്ങളുടെ നിങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി സെൻറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ളത് തന്നെ ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതാണ്.